ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും എല്ലാ നന്മകളും ശാന്തിയും സമാധാനവും എല്ലാ ഗുണങ്ങളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാനിൽ ഭക്തി വർദ്ധിക്കണം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ നാരായണീയം ദശകം 29 മോഹിനി വർണ്ണരൂപമാണ് വായിച്ചുകൊണ്ടിരുന്നത്. 7ാമത്തെ ശ്ലോകത്തിൽ ഭഗവാനും അതായത് അപ്രത്യക്ഷമായി ഭഗവാൻ ഈ അമൃതൊക്കെ പങ്കിട്ട് കൊടുത്തതിന് ശേഷം അതിനുശേഷം ദേവന്മാരും അസുരന്മാരായിട്ട് ഏറ്റുമുട്ടി ഭയങ്കര യുദ്ധമായി. പിന്നെ നാരദൻ ബ്രഹ്മാവ് പറഞ്ഞു വിട്ടതനുസരിച്ച് നാരദൻ വന്ന് പറഞ്ഞ് യുദ്ധം അവസാനിപ്പിക്കാൻ അങ്ങനെ അവസാനിപ്പിച്ചു. അതിനുശേഷം നമുക്കിനി 8ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 8. യോഷാവപുർ ധനുജമോഹനം ആഹിതം തേ ശ്രുത്വാ വിലോകന കുതൂഹലവാൻ മഹേശ ഭൂതൈ സമം ഗിരിജയാ ച ഗത പദം തേ സ്തുത്വാ ബ്രവീൽ അഭിമതം ത്വം അധോതിരോധ. യോഷാവപുർ ധനുജമോഹനം ആഹിതം തേ ശ്രുത്വാ വിലോകന കുതൂഹലവാൻ മഹേശ ഭൂതൈ സമം ഗിരിജയാ ച ഗത പദം തേ സ്തുത്വാ ബ്രവീത് അഭിമതം ത്വം അധോതിരോധ. ഈ ശ്ലോകത്തിൽ ഭഗവാൻ പരമേശ്വരൻ അറിഞ്ഞു ഭഗവാൻ നാരായണൻ ഇങ്ങനെ മോഹിനി രൂപം എടുത്ത് വന്നാണ് അമൃത് പങ്കിട്ട് കൊടുത്തതെന്ന്. അപ്പോൾ ഈ മോഹിനി വേഷം എന്ന് പറഞ്ഞപ്പോൾ പരമശിവനൊരാഗ്രഹം, എങ്ങനെയാ ഈ മോഹിനി രൂപം ഭഗവാൻ എടുത്ത് എങ്ങനെ ഒന്ന് കണ്ടാൽ നന്നായിരിക്കും, അത്രമാത്രം ആഗ്രഹമായി ഭഗവാൻ പരമശിവന്. അങ്ങനെ പിന്നെ ഈ ആസുരന്മാരെ മോഹിപ്പിക്കാൻ മോഹിനി വേഷം ധരിച്ച വിവരം ഭഗവാൻ ഇങ്ങനെ അറിഞ്ഞപ്പോൾ ആ രൂപം ഒന്ന് കാണാൻ വളരെ വളരെ ആഗ്രഹിച്ചു. അതിനായി ഭൂതഗണങ്ങളോടും പാർവതിയോടും കൂടി വൈകുണ്ഠത്തിലെത്തി പരമശിവൻ. അങ്ങനെ ഭഗവാനെ നാരായണനെ അവിടെ ചെന്ന് സ്തുതിച്ച് ആഗ്രഹം പറഞ്ഞു. ഭഗവാനോട് നാരായണനോട് പരമശിവൻ്റെ ആഗ്രഹം പറഞ്ഞു. ഭൂതഗണങ്ങളോടും പാർവതി ദേവിയോടും കൂടി ഭഗവാൻ പരമശിവൻ വൈകുണ്ഠത്തിൽ ചെന്ന് ഈ ആഗ്രഹം ഭഗവാനോട് നാരായണനായ മഹാവിഷ്ണുവിനോട് തന്നെ പറഞ്ഞു സ്തുതിച്ചു. അപ്പോഴെന്ത് വന്നു, ഭഗവാൻ നാരായണൻ പെട്ടെന്ന് തന്നെ ഇത് കേട്ടിട്ട് തിരോഭവിക്കാനുണ്ടായത് അവിടുന്ന് മാറിപ്പോയി, ഇങ്ങനെ അപ്രത്യക്ഷമായി. ഇത് കേട്ട ഉടനെ, കാരണം ആ ഒരു രംഗം ഒന്ന് കാണാൻ വളരെ വളരെ ആഗ്രഹിച്ചാണല്ലോ ഭൂതഗണങ്ങളും പാർവതീദേവിയായിട്ട് അവിടെ ചെന്ന് ഭഗവാനെ സ്തുതിച്ചത് നാരായണനെ പരമശിവൻ. അപ്പോൾ തന്നെ അവിടെ നിന്ന് അന്തർധാനം ചെയ്ത് ഭഗവാൻ അവിടെ നിന്ന് തിരോഭവിക്കാനുണ്ടായത് അവിടെ നിന്ന് എങ്ങോട്ടോ മറഞ്ഞു പോയി. നമുക്ക് 9ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 9. ആരാമസീമനിജ കന്തുകഘാതലീലാ ലോലായമാനനയനാം കമനീ മനോജ്ഞാം ത്വാം യേഷ വീക്ഷ്യ വികളൽ വസനാം മനോഭൂവേഗാൽ അനങ്കരിപുർ അംഗസമാലിലിംഗ. ആരാമസീമനിജ കന്തുകഘാതലീലാ ലോലായമാനനയനാം കമനീം മനോജ്ഞാം ത്വാം യേഷ വീക്ഷ്യ വികളത് വസനാം മനോഭൂവേഗാൽ അനങ്കരിപുർ അംഗസമാലിലിംഗ. അങ്ങനെ ഭഗവാൻ പരമാത്മാവായ നാരായണൻ മഹാവിഷ്ണു അന്തർധാനം ചെയ്തപ്പോൾ ഭഗവാൻ പരമേശ്വരൻ അവിടെ 4 പാടും പകച്ചു നോക്കി. എങ്ങും കാണാഞ്ഞപ്പോൾ എങ്ങോട്ട് പോയെന്ന് അറിയാൻ വയ്യാതെ പരമേശ്വരൻ എന്ത് ചെയ്തു, പകച്ച് എല്ലായിടും 4 പാടും നോക്കുക പരമാത്മാവായ നാരായണൻ എങ്ങോട്ട് പോയി എന്ന് ഒരെത്തും പിടിയില്ല. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു, ശിവൻ ആരാമ പ്രദേശത്ത് ഒരു കാഴ്ച കണ്ടു. അതായത് പൂന്തോട്ടത്തിൽ ഇങ്ങനെ 4 പാടും നോക്കിയത് കൊണ്ടാണ് ഈ ഒരു കാഴ്ച കണ്ടത്. എന്താ, ആരാമ പ്രദേശത്ത് ഒരു നല്ലൊരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക. എന്താ സംഭവം, ഈ പൂന്തോട്ടത്തിൽ ഒരിടത്തൊരു സുന്ദരീമണി ഒറ്റയ്ക്ക് പന്തടിച്ച് കളിക്കുന്നു.
ഈ പന്ത് ഒറ്റയ്ക്ക് അടിക്കുന്നത് എങ്ങനെയാ? തറയിലോട്ട് ടക്ക് ടക്ക് എന്നിങ്ങനെ കൈ കൊണ്ട് അടിക്കുമല്ലോ, മേലോട്ട് പൊങ്ങി താഴോട്ടടിച്ച് ഇങ്ങനെ പന്തടിച്ച് കളിക്കുന്ന ഒരു നല്ല സുന്ദരിയായ ഒരു പിന്നെ എല്ലാം കൊണ്ടും കണ്ടാൽ അതിമോഹനമായിരിക്കുന്ന സുന്ദരീമണി ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. എന്നിട്ടോ പന്തിനോടൊപ്പം തന്നെ സുന്ദരിയുടെ കൺമിഴികളും തുള്ളിക്കളിക്കുന്നു. കാരണം പന്ത് എങ്ങോട്ടേനും പന്ത് ടക്ക് ടക്കെന്ന് പറഞ്ഞ് പോകത്തില്ല, അപ്പോഴെല്ലാം കണ്ണ് അവളോട്ട് തന്നെ പോകണ്ടേ. അപ്പോഴെന്തോന്ന്, ഈ സുന്ദരീമണിയുടെ അത്ര അഴകാർന്ന കണ്ണും ആയിരിക്കുമല്ലോ ആ കൺമിഴി. അത് ഇങ്ങനെ പന്തിനൊപ്പം ചാടി ചാടി കൺമിഴികളും തുള്ളി കളിക്കുന്നു. അപ്പോൾ ഭഗവാൻ ഇതെല്ലാം കണ്ട്, പരമശിവൻ ഇതെല്ലാം ഒന്നാമത് കാണാൻ വേണ്ടി, ഈ മോഹിനി രൂപം ഒന്ന് കാണാൻ വേണ്ടിയാണല്ലോ അവിടെ വന്നിട്ട് ചെന്നത്. പക്ഷേ ഭഗവാൻ അറിയുന്നു ഇത്ര പെട്ടെന്ന് അവിടെ, അതുകൊണ്ട് മറ്റേതെങ്കിലും സ്ത്രീകളാണെന്ന് വിചാരിച്ച് കാണും. ഭഗവാൻ ഇങ്ങനെ നോക്കി പകച്ച് എല്ലടോ നോക്കിയപ്പം വേറൊരു സുന്ദരി ഇങ്ങനെ പെട്ടെന്ന് അവിടെ അത് കളിക്കുന്നു, പന്തടിച്ച് കളിക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഒരു കാറ്റ് ആ മാൻമിഴിയാടെ ഉടുവസ്ത്രം അഴിഞ്ഞുലയ്ക്കുന്നു. കാറ്റടിക്കുമ്പോൾ വസ്ത്രങ്ങൾ ഇങ്ങനെ പാറി പറക്കുമല്ലോ, അങ്ങനെ വസ്ത്രങ്ങൾ ഇങ്ങനെ ആടി ഉലയുന്നു. അത് കണ്ട ശിവന് മനസ്സൊന്ന് ഇളകി. എങ്ങനെ ആ മനസ്സൊന്ന് ചഞ്ചലിക്കുന്നു പറഞ്ഞാൽ, ആ ഒരു സ്ത്രീയുടെ സൗന്ദര്യവും ആ ആടി ഉലന്ന വസ്ത്രങ്ങളെ കണ്ടില്ല, പന്തടിച്ചപ്പോൾ കൺമിഴികളും തുള്ളി കളിക്കുന്ന എല്ലാം കൂടെ കൊണ്ടപ്പോൾ ഭഗവാൻ ഇങ്ങനെ അതിലേക്ക് തന്നെ അങ്ങ് ഭ്രമിച്ചു പോയി. ആ രംഗം പിന്നെ വീണ്ടും വിചാരം ഇല്ലാത്തൊരവസ്ഥ അങ്ങ് ആയിപ്പോയി. അങ്ങനെ കാമാതുരനായി ഭഗവാൻ. അങ്ങനെ കൈലാസനാഥൻ അനങ്കപരവശനായി ഓടിച്ചെന്ന് ആ സുന്ദരീമണിയെ പുണർന്നു പോയി. എന്തു പറയാനാ, ഞാനത് പറയുന്നത്, എന്ത് പറയുന്നത്, എനിക്കങ്ങ് ആയിപ്പോയി. ഞാൻ അതിലേക്ക് അങ്ങ് ഭ്രമിച്ചു പോയി സത്യം പറഞ്ഞാൽ. ആ ഭഗവാന്റെ ആ ഒരു ചിന്തയും അന്നേരം ഉണ്ടായൊരു എന്താ പറയുക, അന്നേരം ഉണ്ടായൊരു മനസ്സിൻ്റെ ഒരു ഇളക്കമേ, അങ്ങനെ ഭഗവാൻ അങ്ങനെ ആയിപ്പോയി. ആ സുന്ദരിയെ കണ്ട് പെട്ടെന്ന് അനങ്കപരവശനായി ഓടിച്ചെന്ന് ആ സുന്ദരിമണിയെ പുണർന്നു പോയി. അതാണ് ഭഗവാന് പോലും അങ്ങനെ പറ്റിപ്പോന്ന്. പിന്നെ ഈ ലോകത്തെ മനുഷ്യൻ്റെ കാര്യം പറയണോ, അത് എൻ്റെ അഭിപ്രായമാണേ, എനിക്കിത് തോന്നിയതൊക്കെ പറഞ്ഞെന്നുള്ളതേ ഉള്ളേ. പക്ഷേ അവിടെ ഭഗവാൻ ഇങ്ങനെ കാണാൻ ആഗ്രഹിച്ചിരുന്ന സുന്ദരിയെ കണ്ടപ്പോൾ ഭഗവാൻ അറിയാതെ തന്നെ അങ്ങനെ സുന്ദരിയുടെ അടുക്കിലേക്ക് അങ്ങ് ചെന്ന് അവിടെ പുണർന്നു. നമുക്ക് 10ാമത്തെ ശ്ലോകം കൂടെ വായിക്കാം. ശ്ലോകം 10. ഭൂയോപി വിദ്രുവതീം ഉപധാവ്യ ദേവോ വീര്യപ്രമോക്ഷ വികസത് പരമാർത്ഥബോധ ത്വന്മാനിതസ്തവ മഹത്വം ഉവാച ദേവൈ തത്താദൃശസ്ത്വം അവവാദ നികേതനാഥ. ഭൂയോപി വിദ്രുവതീം ഉപധാവ്യ ദേവോ വീര്യപ്രമോക്ഷ വികസൽ പരമാർത്ഥബോധ ത്വന്മാനിതസ്തവ മഹത്വം ഉവാച ദേവൈ തത്താദൃശസ്ത്വമവപാദ നികേതനാഥ. ഇവിടെ ഭഗവാൻ പരമശിവൻ ഈ സുന്ദരിയായ ഈ ദേവിയുടെ അതായത് അത്രമാത്രം സുന്ദരിയായ ആ സ്ത്രീ അടുക്കലേക്ക്, അത് ഭഗവാൻ നാരായണനാണെന്ന് അറിഞ്ഞിട്ടാവാം, എന്തായാലും കൊള്ളാം, അങ്ങനെ അങ്ങ് ചെന്നു. അപ്പോൾ ശിവൻ്റെ ആലിംഗനത്തിൽ നിന്ന് കുതറി ആരാ, ഈ മോഹിനിയുടെ ആ സുന്ദരീമണി എന്തു ചെയ്തു? ഭഗവാൻ ഇങ്ങനെ ആലിംഗനം വെച്ചാൽ പുണരുക വെച്ചാൽ കെട്ടി പിടിക്കുവാന്നാണല്ലോ. അപ്പോൾ അവിടുന്ന് കുതറി മാറി ആരാ, ഈ സുന്ദരീമണി, അതായത് ഭഗവാൻ നാരായണൻ ആ ശിവൻ്റെ ആലിംഗനത്തിൽ നിന്ന് കുതറി. അപ്പോൾ മോഹിനിയുടെ പിന്നാലെ ഓടിയ ശിവന് രേതസ് സ്ഖലിച്ചു പോയപ്പോൾ പരമാർത്ഥ ബോധമുണ്ടായ അദ്ദേഹം പിന്തിരിഞ്ഞു. അപ്പോൾ ഭഗവാന് ബോധം ഉണ്ടായി, പരമാർത്ഥം മനസ്സിലാക്കി. അപ്പോൾ എന്തായാലും ആ സമയത്തിന് ഭഗവാൻ കൂടെ ഒന്ന് മോഹിനി കുതറി മാറിപ്പോയപ്പോൾ ആ മോഹിനിയുടെ പുറകെ തന്നെ വച്ച് പിടിച്ചു പരമശിവൻ. പിന്നാലെ ഓടിയ ശിവന് രേതസ് സ്ഖലിച്ചു പോയപ്പോൾ പരമാർത്ഥ ബോധമുണ്ടായപ്പോൾ എന്ത് വന്നു? ഭഗവാൻ പരമശിവൻ പിന്തിരിഞ്ഞു. അപ്പോൾ ഒരു ബോധം അദ്ദേഹത്തിന് വന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കണം? ഇന്ന് ലോകത്ത് ഇങ്ങനെ ഓടുന്നവർക്ക് മനസ്സിലാക്കാനുള്ളതാണ്. ഇങ്ങനെ ഓടുമ്പോൾ മനസ്സിലാക്കണം, ബോധം ഒന്ന് തിരിച്ച് പിടിക്കണം. നമ്മൾ എന്താണ് ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നുള്ളത് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. ഇത് നമ്മൾ പഠിക്കുന്നത് എന്തിനാ? നമുക്കത് മനസ്സിലാക്കണം. ഇങ്ങനെ എപ്പോഴും നമ്മുടെ ഉള്ളിൽ പരമാത്മാവിൻ്റെ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരെയും ഒന്നായി കാണാൻ ശ്രമിക്കും. അവിടെ ഇങ്ങനൊരു ചിന്ത ഉണ്ടാകത്തില്ല. ഇത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ
ഇതൊക്കെ ഇതിൽ തന്നേക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഭഗവാൻ എന്ത് വന്ന് പരമാർത്ഥ ബോധമുണ്ടായി അങ്ങനെ ഭഗവാനോട് പിന്തിരിഞ്ഞു എന്നാണ്. അപ്പം നമ്മൾ ഇതുപോലെ വന്നു പോയാൽ പോലും പിന്തിരിയണം. മനസ്സ് ചിന്തിക്കണം, നമ്മൾ മനുഷ്യനാണ്, നമ്മൾ എല്ലാം മനുഷ്യരാണ്, എല്ലാം നമ്മൾ തന്നെയാണ്, നമ്മളെ തന്നെയാണ് എല്ലാ കാണുന്ന എല്ലാ ജീവനും നാം തന്നെയാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ പിന്തിരിയും. ഒരു വിഷമവും ദോഷവും ആർക്കും സംഭവിക്കാൻ ഇട ഉണ്ടാക്കത്തില്ല. യഥാർത്ഥ ഒരു ജ്ഞാനി, ഒരു അല്പമെങ്കിലും വിനയവും മറ്റുള്ളവരിൽ കൃപയും ഒക്കെ നമുക്ക് ഉണ്ടാകണം. അത് ജനിക്കുമ്പോഴേ നമ്മളിങ്ങനെ പഠിച്ചു വരണം. എല്ലാം രക്ഷകർത്താക്കൾ പറഞ്ഞ് പഠിപ്പിച്ചെടുക്കണം കുട്ടികളെ. എന്നാലേ ഇതൊക്കെ സംഭവിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് വരും? ഇതാണ്ടാണ് ലോകം മൊത്തവും ഇങ്ങനെ പോകുന്നത്. ഓടി അങ്ങ് പോയേക്കും, ചിന്തിക്കത്തില്ല. ഇവിടെ ഭഗവാൻ എന്താ നമുക്ക് കാണിച്ചെന്നേക്കുന്നേ? പിന്തിരിഞ്ഞു. അദ്ദേഹം ഭഗവാനാൽ ബഹുമാനിക്കപ്പെട്ടവനായി, പരമാത്മാവായ നാരായണനാൽ ബഹുമാനിക്കപ്പെട്ടവനായി ഭഗവാൻ പരമേശ്വരൻ പിന്തിരിഞ്ഞു. ശിവൻ പാർവതീദേവിയോട് ഭഗവാന്റെ അതായത് നാരായണന്റെ മാഹാത്മ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അല്ലയോ ഗുരുവായൂരപ്പ, ഇവിടെ ആര് വിളിക്കുന്നു ഗുരുവായൂരപ്പനെ? ഇതെല്ലാം ആരാ വർണ്ണിക്കുന്നേ? ഭട്ടതിരിപ്പാട് ഇതെല്ലാം ഭഗവാന് നാരായണനെയും പരമാത്മാവായ ശിവനെല്ലാം ഏകമായ പരബ്രഹ്മമാകുന്നു. പക്ഷെ അവിടെ പല പല അവസ്ഥകളാണ് ഇവിടെ കാണിക്കുന്നത്. ലോകത്തെ എല്ലാ അവസ്ഥയും ഉണ്ട്, ഓരോ ഗുണങ്ങളുണ്ട്, ത്രിഗുണങ്ങളുണ്ട്. ഈ പ്രപഞ്ചം ത്രിഗുണമാണ്. അപ്പോൾ എല്ലാം വേണം. അതിനു വേണ്ടി പരമാത്മാവായ നിഷ്കള വസ്തു ആ പരബ്രഹ്മം തന്നെയാണ്. ഇത് ശിവനായും അതായത് വിഷ്ണുവായും ബ്രഹ്മാവായും ഇവർക്ക് 3 ഗുണങ്ങൾ എടുത്തേക്കുന്നു. അതെല്ലാം ഏകമായ ദൈവം, ഒരേ ഒരു ദൈവം തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ശിവൻ വേറെയല്ല, നാരായണൻ വേറെയല്ല, ബ്രഹ്മാവ് വേറെയല്ല. എല്ലാം അതായത് നാനാത്വത്തെ ഏകത്വമായും ഏകത്വം നമ്മൾ നാനാത്വമായും കാണുന്നു. അത്രയേ ഉള്ളൂ. ഏകമായ ബ്രഹ്മത്തെ നമ്മൾ നാനാത്വമായി ഇങ്ങനെ പറയുന്നത്. ശിവനെന്നും ബ്രഹ്മാവെന്നും ഒക്കെ പറയുന്നു. ആ നാനാത്വത്തെ നമ്മൾ ഏകത്വമായി കാണണം. യഥാർത്ഥത്തിൽ അത് ഏകമാണല്ലോ. അപ്പോൾ ഇവിടെ ഭഗവാൻ അങ്ങനെ എന്ത് പറഞ്ഞു? ഇതിൻ്റെ എല്ലാം പറഞ്ഞു ദേവിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അല്ലയോ ഗുരുവായൂരപ്പ എന്ന് ആര് പറയുന്നു? ഈ ഭട്ടതിരിപ്പാട്. അപ്രകാരമുള്ള ഭഗവാനി അങ്ങേക്ക് തുല്യൻ അങ്ങ് മാത്രമാണ്. അപ്പോൾ ഇവിടെ പരമേശ്വരനായാലും അത് ഭഗവാൻ തന്നെയാണ്. അപ്പോൾ അവിടെ പിന്തിരിഞ്ഞതും ഓടിച്ചതും എല്ലാം ഇത് ഏകമാണ്. അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് എന്താ പറയുന്നത്? പരമാത്മാവായ നാരായണൻ തന്നെ തുല്യനായിട്ടുള്ളൂ. അങ്ങയോട് കിടപിടിക്കാൻ മറ്റൊരാളില്ല തന്നെ. അങ്ങനെയുള്ള ഭഗവാനെ എൻ്റെ രോഗത്തിൽ തന്നെ രക്ഷിക്കണമേ. ഇതെല്ലാം ഈ രോഗങ്ങളുടെ നമുക്കെല്ലാം വേദനയും വിഷമങ്ങളെല്ലാം വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഭഗവാനെ ഇതെല്ലാം മാറ്റി തരണമേ, ഞങ്ങളുടെ ദോഷങ്ങളും ദുരിതങ്ങളും എല്ലാം മാറ്റി നേരായ മാർഗത്തിലേക്ക് കൊണ്ടുപോകണമേ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.